അഭിനവഗുപ്ത പാദരെക്കുറിച്ച് കേൾക്കുന്ന ആർക്കും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് വാസ്തവത്തിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നറിയാൻ. അതായത് കാണാൻ എങ്ങനെയിരിക്കും അഭിനവഗുപ്ത പാദർ എന്ന്. ഇതൊരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു തോന്നലാണ്, ഒരാഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടാൽ കൊള്ളാം, അദ്ദേഹം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അറിയാനൊരാഗ്രഹം പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഭിനവഗുപ്ത എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ കാണാം. അതിൽ ചില ചിത്രങ്ങൾ ഇനി പറയാൻ പോകുന്ന മധുരാജയോഗി എന്ന് പറയുന്ന ഒരാളുടെ വർണ്ണനയ്ക്ക് അനുസരിച്ച് വരച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടാണ് ആ ചിത്രം. ഇനി അതെന്താണെന്ന് നോക്കാം, എന്താണ് ഈ മധുരാജയോഗി പറയുന്നത് എന്ന് നോക്കാം. അതിന് തൊട്ട് മുമ്പായി ആരായിരുന്നു ഈ മധുരാജയോഗി എന്ന് പറയേണ്ടതുണ്ട്. മധുരാജയോഗി എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം മധുരയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അഭിനവഗുപ്തപാദരുടെ കാലത്ത് മധുരയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു മധുരാജയോഗി. ഈ മധുരാജയോഗി തമിഴ്നാട്ടിൽ നിന്നും അഭിനവഗുപ്തപാദരെ കാണാൻ വേണ്ടി കാശ്മീർ വരെ യാത്ര ചെയ്തു. അങ്ങനെ കാശ്മീർ വരെ യാത്ര ചെയ്ത് കാശ്മീരിൽ വെച്ച് അദ്ദേഹം സാക്ഷാത് അഭിനവഗുപ്തപാദരെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണോ അവിടെ പോയപ്പോൾ കണ്ടത്, അഭിനവഗുപ്തപാദരെ എങ്ങനെയാണോ കണ്ടത്, കണ്ട ആ ഒരു കാഴ്ചയെ അദ്ദേഹം അതേപോലെ തൻ്റെ ഗുരുനാഥ പരാമർശം എന്നുള്ള ഒരു ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഗുരുനാഥ പരാമർശമല്ല, അദ്ദേഹത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതായത് കുറച്ച് ധ്യാന ശ്ലോകങ്ങൾ മാത്രം ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം അഭിനവഗുപ്തപാദരെ എങ്ങനെ കണ്ടുവോ അതേപോലെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് ധ്യാന ശ്ലോകങ്ങൾ എന്നുള്ളത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ 2-3 ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സ്വാത്മപ്രശംസ അതാണ് ഒരു ഗ്രന്ഥം. രണ്ടാമത്തെ ഗ്രന്ഥം ഗുരുനാഥ പരാമർശ. ഈ ഗുരുനാഥ പരാമർശ എന്നുള്ള ഈ ഒരു ഗ്രന്ഥം ബി രാഘവൻ എന്ന് പറയുന്ന ഒരു സ്കോളർ എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അഭിനവഗുപ്ത എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ ആദ്യ ഭാഗത്ത് ആ മുഴുവൻ ശ്ലോകങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ശാസ്ത്രപരാമർശം എന്നുള്ളതാണ് വേറൊരു ഗ്രന്ഥം. പിന്നെ ഈ പറഞ്ഞ ധ്യാന ശ്ലോകങ്ങൾ. ഇത്രയും കൃതികളാണ് അദ്ദേഹത്തിൻ്റേതായിട്ട് കിട്ടാനുള്ളത്. അതിൽ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞതിലാണ് ഇനി പറയാൻ പോകുന്ന കുറച്ച് ശ്ലോകങ്ങൾ ഉള്ളത്. ആ ശ്ലോകങ്ങളിലൂടെ വരച്ച് കാട്ടുന്നത് അഭിനവഗുപ്തപാദരെയാണ് മധുരാജയോഗി. ഈ മധുരാജയോഗിയെ തന്നെ മാധുരൻ എന്നും മധുരാജ കവി എന്നും അങ്ങനെ പല പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല നാമമായിട്ട് പറയുന്നത് ഭട്ടകൃഷ്ണൻ എന്നാണ്. ഈ ഭട്ടകൃഷ്ണനാണ് മധുരാജയോഗി അല്ലെങ്കിൽ മധുരാജ കവി. ഇനി അദ്ദേഹം അഭിനവഗുപ്തപാദരെ എങ്ങനെ വർണ്ണിക്കുന്നു എന്ന് നോക്കാം. അത് കുറച്ച് ശ്ലോകങ്ങളാണ്. ദ്രാക്ഷാരാമസ്യ മധ്യേ സ്ഫടികമണിമയേ മണ്ഡപേ ചിത്രരമ്യേ പുഷ്പസ്രഗ്ധൂപദീപൈർ ബഹളപരിമളേ ചർച്ചിതേ ചന്ദനാദ്യൈഃ വാദ്യൈർ ഗീതൈഃ സനൃത്യൈഃ സന്തതമുഖരിതേ യോഗിനീസിദ്ധസംഘൈരാകീർണേ സ്വർണപീഠേ മൃദുതലിമതലേ ബദ്ധമുക്താവിതാനേ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അപ്പോൾ ഈ ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. ദ്രാക്ഷാരാമസ്യ മധ്യേ. ദ്രാക്ഷാരാമം എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിൽ. ദ്രാക്ഷാരാമസ്യ മധ്യേ സ്ഫടികമണിമയേ മണ്ഡപേ. ഇനി ആ മുന്തിരിത്തോട്ടങ്ങളുടെ ഇടയിൽ ഒരു മണ്ഡപമുണ്ട്. അത് സ്ഫടികത്താൽ നിർമ്മിതമായ ഒരു മണ്ഡപമാണ്. സ്ഫടികമണിമയേ മണ്ഡപേ ചിത്രരമ്യേ. ആ മണ്ഡപത്തിൻ്റെ ഒരു വിശേഷണമാണ് ഇനി പറയാൻ പോകുന്നതൊക്കെ. മണ്ഡപത്തിൻ്റെ വിശേഷണങ്ങളാണ്. ചിത്രരമ്യേ എന്നുള്ളത് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ചിത്രങ്ങളാൽ മനോഹരമായത്. അതായത് ആ മണ്ഡപത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്, വരച്ച ചിത്രങ്ങൾ വെച്ചിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അതാണ് ചിത്രരമ്യ, മനോഹരമായ ചിത്രങ്ങളാണ്. അപ്പോൾ സ്ഫടികം കൊണ്ടുള്ള ഒരു മണ്ഡപം. ആ മണ്ഡപം ഉള്ളത് മുന്തിരി തോട്ടത്തിൻ്റെ ഇടയിലാണ്. പിന്നെയോ പുഷ്പസ്രഗ് ധൂപദീപൈർ ബഹളപരിമളേ ചർച്ചിതേ ചന്ദനാദ്യൈഃ പുഷ്പസ്രഗ്ധൂപദീപൈർ ബഹളപരിമളേ. ഇനി ആ മണ്ഡപത്തിൽ പുഷ്പമാല, ധൂപം, ദീപം ഇവയൊക്കെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മണ്ഡപമാണിത്. എങ്ങും പുഷ്പമാലകൾ തൂക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ധൂപം എന്ന് പറഞ്ഞാൽ പുക, നല്ല സുഗന്ധം വമിക്കുന്ന
പുക ചുറ്റും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ദീപൈഹി, ധാരാളം വിളക്കുകൾ വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളതും. പിന്നെ ചന്ദനാദ്യൈഹി ചർച്ചിതേ, ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് വാസിതമാക്കപ്പെട്ടത്, അതായത് ഈ ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് വഴി വളരെ നല്ല വാസന ഉള്ള ഒരു നല്ല ഗന്ധമുള്ള ഒരു മണ്ഡപമാണ് എന്നർത്ഥം. അതായത് അവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം നല്ലൊരു സുഗന്ധം നമുക്ക് അനുഭവപ്പെടും. അത് ചന്ദനം തുടങ്ങിയ പല കുറിക്കൂട്ടുകളുടെ ഗന്ധമാണ്. അങ്ങനെയുള്ള ഒരു മണ്ഡപം. അതായത് ഇതിൽ നിന്ന് മണ്ഡപത്തെ കാണുക മാത്രമല്ല, അഭിനവഗുപ്തപാദരെ കാണുക മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഗന്ധം പോലും ഇദ്ദേഹം അറിഞ്ഞിരുന്നു. ആ അറിഞ്ഞ ഗന്ധത്തെ അദ്ദേഹം നമ്മൾക്ക് പകർന്നു തരികയാണ്. അപ്പോൾ സ്മെല്ലും കൂടെ എന്തായിരുന്നു അതിൻ്റെ ഒരു ചുറ്റുപാട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നല്ല ഒരു സുഗന്ധം അവിടെ പരക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാദ്യൈഹി ഗീതൈഹി സനൃത്യൈഹി സതതമുഖരിതേ, ആ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വാദ്യങ്ങളെ കൊണ്ടും ഗീതങ്ങളെ കൊണ്ടും നൃത്യങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതായിരുന്നു. അതായത് ആ മണ്ഡപത്തിന് ചുറ്റുമായി വാദ്യഘോഷങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗീതൈഹി, ചില ആളുകൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. സനൃത്യൈഹി, ചില ആളുകൾ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ചില കന്യകമാർ അല്ലെങ്കിൽ ചില സ്ത്രീജനങ്ങൾ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നൃത്തമുണ്ട്, വാദ്യമുണ്ട്, ഗീതമുണ്ട്. സതതമുഖരിത, ആ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ശബ്ദം കൊണ്ട്, സംഗീതത്തിൻ്റെയും വാദ്യത്തിൻ്റെയും വാദ്യ ഉപകരണങ്ങളുടെയും പാട്ടിൻ്റെയും ഒക്കെ ശബ്ദം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അവിടെ നൃത്തവും നടക്കുന്നുണ്ട്. പിന്നെയോ യോഗിനീ സിദ്ധസംഘൈരാകീർണേ, ഇനി അഭിനവഗുപ്തപാദരുടെ ഓഡിയൻസ് ആരാണ്? അഭിനവഗുപ്തപാദരുടെ ഈ മണ്ഡപത്തിന് ചുറ്റും ഇരിക്കുന്ന മറ്റാൾക്കാർ, അവരെന്ന് പറയുന്നത് യോഗിനീ സിദ്ധസംഘൈഹി ആകീർണേ, യോഗിനികളും സിദ്ധന്മാരുമാണ്. അപ്പം ഈ കലാകാരന്മാരെ കൂടാതെ ഈ കലാകാരന്മാരിൽ പലരും ചിലപ്പോൾ യോഗിനികളും സിദ്ധന്മാരും ആയിരിക്കാം. അതല്ലാതെ ഉള്ളത് അഭിനവഗുപ്തപാദരുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്, അതിന് ചുറ്റുമിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് യോഗിനികളും സിദ്ധന്മാരുമാണ്. അതാണ് യോഗിനി സിദ്ധസംഘൈരാകീർണേ സ്വർണ്ണപീഠേ. ഇനി അഭിനവഗുപ്തപാദർ ഇരിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് സ്വർണ്ണപീഠേ. ഈ ഒരു മണ്ഡപത്തിൽ, ഇത്രയും പറഞ്ഞത് മണ്ഡപത്തിൻ്റെ വിശേഷണമാണ്. ധാരാളം അലങ്കാരങ്ങളുണ്ട്, നല്ല സുഗന്ധം വമിക്കുന്നുണ്ട്, ഒരു പുക ചുറ്റുമുണ്ട്. അതുകൂടാതെ ആളുകൾ ചുറ്റും നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മണ്ഡപത്തിൽ അഭിനവഗുപ്തപാദർ ഇരിക്കുന്നത് സ്വർണ്ണപീഠേ, സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു പീഠം. അതിലോ മൃദു തലിമതലേ, പീഠത്തിൽ, സ്വർണ്ണപീഠത്തിൽ മൃദുവായ ഒരു കുഷൻ, അതായത് മൃദു തലിമതലേ, ചെറിയൊരു കിടക്ക പോലത്തെ ഒരു സാധനം, വളരെ മൃദുവായ ഒരു കുഷൻ, അതിൻ്റെ മുകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ബദ്ധമുക്താവിധാനെ, അതിന് ചുറ്റും പല അലങ്കാരങ്ങളുണ്ട്. ആസീനഹ, അങ്ങനെയുള്ള ഈ സ്ഫടിക നിർമ്മിതമായ മണ്ഡപത്തിലെ സ്വർണ്ണപീഠത്തിൽ ഒരു കുഷൻ്റെ, വളരെ മൃദുവായ ഒരു കുഷൻ്റെ മുകളിലാണ് അഭിനവഗുപ്തപാദർ ഇരിക്കുന്നത്. പിന്നെയോ ക്ഷേമരാജ പ്രഭൃതിഭിഹി അഖിലൈഹി സേവിതഃ ശിഷ്യവർഗൈഹി. ഇനി അഭിനവഗുപ്തപാദരുടെ ശിഷ്യന്മാരെക്കുറിച്ച് പറയാണ്. ശിഷ്യവർഗൈഹി സേവിതഃ, ശിഷ്യവർഗത്താൽ, ശിഷ്യന്മാരുടെ സമൂഹത്താൽ സേവിതഃ, അദ്ദേഹം ഇരിക്കുന്നത് ശിഷ്യന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇരിക്കുന്നത്, ശിഷ്യന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇനി ആരാണ് ഈ ശിഷ്യന്മാർ? ക്ഷേമരാജ പ്രഭൃതിഭിഹി അഖിലൈഹി. അഖിലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശിഷ്യന്മാരും അവിടെയുണ്ട്. ക്ഷേമരാജൻ തുടങ്ങിയ മുഴുവൻ ശിഷ്യന്മാരും, അതാണ് ക്ഷേമരാജ പ്രഭൃതിഭിഹി അഖിലൈഹി. ക്ഷേമരാജൻ തുടങ്ങിയ മുഴുവൻ ശിഷ്യന്മാരും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശിഷ്യന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെയാണ് ഇരിക്കുന്നത്? പാദോപാന്തേ, അഭിനവഗുപ്തപാദരുടെ പാദത്തിന് തൊട്ടടുത്താണ്. അഭിനവഗുപ്തപാദർ എവിടെയാണോ കാല് വെച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്താണ് അവരിയ്ക്കുന്നത്. നിഷണ്ണൈഹി, അവരവിടെ ഇരിക്കുകയാണ്. പിന്നെ അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? അവഹിത ഹൃദയൈഹി, അവധാനത്തോടു കൂടിയ ഹൃദയത്തോടു കൂടി. അവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. അഭിനവഗുപ്തപാദർ എന്തു പറയുന്നു അത് വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അവഹിത ഹൃദയൈഹി, അവരുടെ ശ്രദ്ധ മുഴുവൻ അഭിനവഗുപ്തപാദർ എന്തു പറയുന്നു എന്നുള്ളത് കേൾക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ. അവരത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉക്തമുക്തം ലിഖദ്ഭി, അതുമാത്രമല്ല അഭിനവഗുപ്തപാദർ അപ്പപ്പോൾ എന്തു പറയുന്നു അത് അപ്പപ്പോൾ തന്നെ എഴുതി വെക്കുകയാണ്. ഉക്തമുക്തം ലിഖദ്ഭിഹി, അഭിനവഗുപ്തപാദരുടെ വായിൽ നിന്ന് എന്തു വീഴുന്നുവോ അത് അതേപോലെ തന്നെ അപ്പം തന്നെ എഴുതി വെക്കുകയാണ്. അതാണ് ഉക്തമുക്തം ലിഖദ്ഭിഹി. അപ്പം ക്ഷേമരാജൻ തുടങ്ങിയ ശിഷ്യന്മാർ ചെയ്യുന്നത്, അവർ അഭിനവഗുപ്തപാദരുടെ കാലിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അഭിനവഗുപ്തപാദർ എന്തു പറയുന്നു അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതോടൊപ്പം തന്നെ അപ്പം തന്നെ എഴുതി വെക്കുന്നുമുണ്ട് എന്നർത്ഥം. ഉക്തമുക്തം ലിഖദ്ഭിഹി.
ഇതാണ് അഭിനവഗുപ്തപാദരെക്കുറിച്ചും ശിഷ്യന്മാരെക്കുറിച്ചും പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ദൂതികളെക്കുറിച്ചാണ്. ദ്വാഭ്യാം പാർശ്വസ്ഥിതാഭ്യാം ശിവരസ കരകം പൂർണ്ണതാംബൂലപേടീം ദൂതിഭ്യാം ബിഭ്രതീഭ്യാം അപര കരലസൻ മാതുലിംഗോത്പലാഭ്യാം. ഇനി അഭിനവഗുപ്തപാദരുടെ പാർശ്വത്തിലായിട്ട്, അതായത് സമീപത്തായിട്ട് രണ്ട് ദൂതികളുണ്ട്, രണ്ട് ദൂതിമാരുണ്ട്. ദ്വാഭ്യാം പാർശ്വസ്ഥിതാഭ്യാം, ആ ദൂതിമാരുടെ കൈകളിൽ ഒരു കയ്യിൽ ശിവരസകരകം പൂർണ്ണതാംബൂലപേടിയും, രണ്ടുപേരുടെ കൈകളിലും ഒരേ സാധനമാണ്. അതായത് വലത്തെ കയ്യിൽ ശിവരസകരകം പൂർണ്ണതാംബൂലപേടിയും. ശിവരസകരകം എന്ന് പറഞ്ഞാൽ, ശിവരസം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ടേമാണ്, ഒരു രഹസ്യ നാമമാണ്. ശിവരസം ഒരു പാനീയമാണ്. ആ ശിവരസത്തിൻ്റെ കരകം എന്ന് പറഞ്ഞാൽ കിണ്ടി, കമണ്ടലു എന്നൊക്കെ അർത്ഥം. നമുക്ക് കമണ്ടലു എന്നുള്ള അർത്ഥം എടുക്കാം. അപ്പം അഭിനവഗുപ്തപാദരുടെ സമീപത്ത് നിൽക്കുന്ന രണ്ട് ദൂതിമാരുടെയും വലത്തെ കൈകളിൽ ശിവരസകരകം, ശിവരസം വഹിച്ചുകൊണ്ടുള്ള ഒരു കമണ്ടലുണ്ട് അല്ലെങ്കിൽ കിണ്ടിയുണ്ട്, ഒരു പാത്രമുണ്ട് എന്നർത്ഥം. പിന്നെയോ പൂർണ്ണതാംബൂലപേടിയും, അതേ കയ്യിൽ തന്നെ പൂർണ്ണതാംബൂലപേടിയും, ഈ വെറ്റില നിറച്ച ഒരു പെട്ടിയും, വെറ്റില ചെല്ലം എന്നർത്ഥം. അപ്പം നിറച്ചും വെറ്റിലയോട് കൂടിയ ഒരു ചെല്ലം, വെറ്റിലപ്പെട്ടിയും ശിവരസം പിടിച്ച ഒരു പാത്രവും, ഇതാണ് വലത്തെ കൈകളിൽ രണ്ടുപേരുടെയും. പിന്നെയോ അപര കരലസൻ മാതുലിംഗോത്പലാഭ്യാം, മറ്റേ കയ്യിൽ, ഇടത്തെ കയ്യിൽ മാതുലിംഗം എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ എന്നർത്ഥം, ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും. ആ മാതള നാരങ്ങയും ഉത്പലാഭ്യാം, ഉത്പല എന്ന് പറഞ്ഞാൽ താമര, ഉത്പലം എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ ഇടത്തെ കയ്യിൽ മാതള നാരങ്ങയും താമരയും, വലത്തെ കയ്യിൽ ശിവരസം വഹിച്ചുകൊണ്ടുള്ള പാത്രവും പൂർണ്ണ താമ്പൂല പേടിയും, വെറ്റില ചെല്ലവും, നിറച്ചും വെറ്റിലയുള്ള ഒരു ചെല്ലവും അല്ലെങ്കിൽ വെറ്റിലപ്പാത്രവും. ഇങ്ങനെയാണ് ദൂതിമാർ അഭിനവഗുപ്തപാദരുടെ സമീപത്ത് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള രണ്ട് ദൂതിമാർ അഭിനവഗുപ്തപാദരുടെ പാർശ്വങ്ങളിലായിട്ടുണ്ട് എന്നർത്ഥം. രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നതാവാം, ഒരേ സൈഡിൽ നിൽക്കുന്നതാവാം, എങ്ങനെയായാലും ആവാം. അപ്പോൾ അഭിനവഗുപ്തപാദരുടെ പാർശ്വങ്ങളിലായിട്ട് രണ്ട് ദൂതിമാർ രണ്ട് കൈകളിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി അഭിനവഗുപ്തപാദരെക്കുറിച്ച് പറയാണ്. ആനന്ദ ആന്തോളിതാക്ഷ. അഭിനവഗുപ്തപാദരുടെ കണ്ടാൽ കണ്ണിൽ തന്നെ ഒരു ആനന്ദമുണ്ട്. അപ്പോൾ ആനന്ദ ആന്തോളിതാക്ഷ, കണ്ണുകൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളാണ്, ആന്തോളനം ചെയ്യുന്ന കണ്ണുകളാണ്. അതായത് കണ്ണുകളിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചലനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആനന്ദം സ്ഫുരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ആനന്ദം സ്ഫുരിക്കുന്നുണ്ട്. ആനന്ദ ആന്തോളിതാക്ഷ. പിന്നെയോ സ്ഫുടകൃത തിലക, വളരെ സ്ഫുടകൃത തിലകോ ഭസ്മന, ഭസ്മം കൊണ്ട് തിലകം എഴുതിയ ആളാണ്. അതായത് ഭസ്മം പൂശിയിട്ടുണ്ട് എന്നർത്ഥം, ഭസ്മം തൊട്ടിട്ടുണ്ട് എന്നർത്ഥം. അത് വളരെ കൃത്യമായിട്ട് കാണാം. സ്ഫുടകൃത തിലകോ ഭസ്മന ഭാലമധ്യേ, നെറ്റിയിൽ, ഭാലം നെറ്റിയുടെ മധ്യത്തിലായി ഭസ്മം കൊണ്ട് ഭസ്മം പൂശിയിട്ടുള്ളത്, ഭസ്മം തൊട്ടിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് സ്ഫുടമായിട്ട് കാണാം. പിന്നെയോ രുദ്രാക്ഷോല്ലാസി കർണഹ. ഇനി ചെവി, അഭിനവഗുപ്തപാദരുടെ ചെവി എന്ന് പറയുന്നത് രുദ്രാക്ഷ ഉല്ലാസി കർണഹ, രണ്ട് ചെവികളിലുമായിട്ട് അദ്ദേഹം രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്, രുദ്രാക്ഷോല്ലാസി കർണഹ. പിന്നെയോ കലിത കചഭരവും മാലയ, മാല കൊണ്ട് മുടി കെട്ടിയിട്ടുണ്ട്. കലിത കചഭരഹ, കചഭരം എന്ന് പറഞ്ഞാൽ മുടിക്കെട്ട്, കലിതം എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് എന്നർത്ഥം. എങ്ങനെ മാലയ, മാല കൊണ്ട് കെട്ടിയ മുടി അല്ലെങ്കിൽ മാല ചുറ്റിയ മുടി, അതായത് ധാരാളം മുടിയുണ്ട് അഭിനവഗുപ്തപാദർക്ക്, അത് മാല കൊണ്ട് ചുറ്റി വെച്ചിരിക്കുകയാണ്. ലംബകൂർജഹ, നല്ല നീണ്ട താടിയും മീശയും. അപ്പോൾ അദ്ദേഹത്തിന് നല്ല നീണ്ട താടിയുണ്ട്, ലംബം, നല്ല നീളമുള്ള താടിയാണ്. അതേപോലെ നല്ല വലിയ മുടിയാണ്, നല്ല നീളമുള്ള മുടിയാണ്, അത് മാല കൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രക്താംഗോ, നല്ല ചുവന്ന, ശരീരത്തിലെ അവയവങ്ങൾ കണ്ട നല്ല ചുവപ്പ് നിറമുണ്ട്, അതായത് നല്ല ചുവന്ന അംഗങ്ങളോട് കൂടിയത് എന്നർത്ഥം. പിന്നെ യക്ഷപങ്കോല്ലസത് അസിതകളോ ലംബമുക്തോപവീത, യക്ഷപങ്കോല്ലസത് അസിതകള. ഇനി യക്ഷപങ്കോല്ലസത്, യക്ഷപങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമം, അകില്, കസ്തൂരി, കർപ്പൂരം, ചന്ദനം എന്നിവ സമം ചേർത്തുണ്ടാക്കിയ സുഗന്ധദ്രവ്യം. അതായത് അഭിനവഗുപ്തപാദരുടെ കഴുത്തിൽ പുരട്ടിയിട്ടുള്ള സുഗന്ധദ്രവ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കുങ്കുമം, അകിൽ, കസ്തൂരി, കർപ്പൂരം, ചന്ദനം എന്നിവ സമം ചേർത്ത് അരച്ചുണ്ടാക്കിയ സുഗന്ധദ്രവ്യം. ഈ ഒരു ദ്രവ്യത്തെയാണ് യക്ഷപങ്കം എന്ന് പറയുന്നത്. ആ യക്ഷപങ്കം അദ്ദേഹം കഴുത്തിന് ചുറ്റും പൂശിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഒരു കുറിക്കൂട്ട് അദ്ദേഹം കഴുത്തിന് ചുറ്റും പൂശിയിട്ടുണ്ട്. പിന്നെയോ ലംബമുക്തോപവീത,
അദ്ദേഹം പൂണുനൂൽ ധരിച്ചിട്ടുണ്ട്. അത് മുക്തമാണ്, അതിങ്ങനെ അലസമായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള പൂണൂൽ ധരിച്ചിട്ടുണ്ട്. പിന്നെയോ ക്ഷൗമം വാസോവസാനഹ ശശികരധവളം. ഇനി ശശികരധവളം, ശശികരം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ കരം എന്ന് പറഞ്ഞാൽ രശ്മി, ചന്ദ്രൻ്റെ രശ്മിക്ക് എന്താണോ നിറം ആ നിറത്തോടു കൂടിയ പട്ട് ധരിച്ചിട്ടുണ്ട്. അതായത് നല്ല വെളുത്ത പട്ടാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. വീരയോഗാസനസ്ഥ. ഇനി അദ്ദേഹം ഇരിക്കുന്നത് എങ്ങനെയാണ്? വീരാസനത്തിലാണ്. വീരാസനം എന്ന് പറഞ്ഞാൽ ഒരു കാൽമുട്ടിനും കാലിൻ്റെ തുടയുടെ മുകളിൽ മറ്റേ കാൽ വച്ച് ഇരിക്കുന്ന ആസനത്തെയാണ് വീരാസനം എന്ന് പറയുന്നത്. അദ്ദേഹം വീരാസനത്തിലാണ് ഇരിക്കുന്നത്. ആ വീരാസനത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജാന്വാസക്തൈകഹസ്ത സ്ഫുട പരമശിവജ്ഞാന മുദ്രാക്ഷസൂത്രവും. അദ്ദേഹം വീരാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടിന് മുകളിലായിട്ട് അദ്ദേഹം കൈവച്ചിട്ടുണ്ട്, വലത് കൈ വെച്ചിട്ടുണ്ട്. ആ വലത് കൈയിലുള്ളത് സ്ഫുട പരമശിവജ്ഞാന മുദ്രാക്ഷസൂത്ര, അക്ഷസൂത്രം, അക്ഷമാല കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ അക്ഷമാല കയ്യിൽ പിടിച്ചിരിക്കുന്നത് ജ്ഞാനമുദ്രയോടുകൂടിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കൈ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് മുകളിലാണ്. ആ കയ്യിൽ അദ്ദേഹം ജ്ഞാനമുദ്ര കൊണ്ട് അക്ഷമാല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ജ്ഞാനമുദ്ര കൊണ്ട് അക്ഷമാല കയ്യിൽ പിടിച്ചിരിക്കുന്നു. പിന്നെയോ വാമശ്രീ പാണി പത്മസ്ഫുരിത നഖമുഖൈർ വാദയൻ നാദവീണാം. ഇനി ഇടത്തെ കൈ കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് വാദയൻ നാദവീണാം, വീണ വായിക്കുന്നുമുണ്ട്. അപ്പോൾ വലത്തെ കൈ കാലിൻ്റെ മുകളിൽ മുട്ടിന് മുകളിൽ വെച്ച് അക്ഷമാല കൊണ്ട് ജ്ഞാനമുദ്ര കൊണ്ട് അക്ഷമാല പിടിച്ച് ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടത്തെ കൈ കൊണ്ട് അദ്ദേഹം ഇതേ സമയത്ത് തന്നെ വീണ വായിക്കുന്നുമുണ്ട്. വാദയൻ നാദവീണാം, നാദവീണയെ അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അഭിനവഗുപ്ത പാദർ ശ്രീകണ്ഠേശാവതാര, ശ്രീകണ്ഠൻ്റെ സാക്ഷാൽ ശിവൻ്റെ തന്നെ അവതാരമാണ്. പരമകരുണയാ പ്രാപ്ത കാശ്മീരദേശ. അദ്ദേഹം ഈ ഒരു കാരുണ്യം കൊണ്ടാണ് നമ്മളോടുള്ളൊരു കാരുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് പ്രാപ്ത കാശ്മീരദേശ, കാശ്മീര ദേശത്തിൽ അദ്ദേഹം വന്നു ചേർന്നത്. അങ്ങനെയുള്ള അഭിനവഗുപ്ത പാദർ ശ്രീമാൻ നഹ പാതു, അങ്ങനെയുള്ള അഭിനവഗുപ്ത പാദർ ഞങ്ങളെ രക്ഷിക്കട്ടെ. സാക്ഷാത് അഭിനവ വപുഷ ദക്ഷിണാമൂർത്തി ദേവ. ഇത് ഇദ്ദേഹം പറയുന്നതാണ്, മധുരാജയോഗി പറയുന്നതാണ്. ദക്ഷിണാമൂർത്തി ദേവ, സാക്ഷാൽ ദക്ഷിണാമൂർത്തി തന്നെയാണ് ഈ അഭിനവഗുപ്ത പാദർ. അപ്പോൾ ദക്ഷിണാമൂർത്തി അഭിനവഗുപ്ത പാദരുടെ ശരീരം സ്വീകരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയായിട്ടുള്ള അഭിനവഗുപ്ത പാദർ ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് മധുരാജയോഗി അഭിനവഗുപ്ത പാദരെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർണ്ണനയിൽ തന്നെ അഭിനവഗുപ്ത പാദരെ കാണാൻ എങ്ങനെയായിരുന്നു, അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരൊക്കെയായിരുന്നു, അവരെന്താണ് ചെയ്യുന്നത്, പിന്നെ അഭിനവഗുപ്ത പാദരുടെ ഒരു പ്രകൃതം, അദ്ദേഹം ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ സംഗീതമുണ്ട്, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നുണ്ട്, നൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ക്ഷേമരാജൻ തുടങ്ങിയ ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നതും അപ്പോൾ എഴുതിയെടുക്കുന്നതും. അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് തന്നെ ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നു, വേറൊരു സമയത്ത് അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരു സമയത്തല്ല അതേ സമയത്ത് തന്നെ ഇതെല്ലാം അദ്ദേഹം ഒരുമിച്ച് ചെയ്യുന്നു. അതായത് ജപിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ അദ്ദേഹം വീണ വായിക്കുന്നു, അതേ സമയത്ത് തന്നെ അദ്ദേഹം ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരേ സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അഭിനവഗുപ്ത പാദരെയാണ് മധുരാജയോഗി കണ്ടത്. ഇനി KC പാണ്ഡെ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അഭിനവഗുപ്ത ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ സ്റ്റഡി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അഭിനവഗുപ്ത പാദർ വീണ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം ഈ സംഗീതത്തിലുള്ള ചില സ്വരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. അതായത് അദ്ദേഹം ഇത് വായിക്കുന്നു, ഇത് ഇന്ന സ്വരങ്ങൾ ഇന്നതൊക്കെയാണ്. അതായത് അദ്ദേഹം നാട്യശാസ്ത്രം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്യശാസ്ത്രത്തിൽ സംഗീതാധ്യായം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്, അതിൽ സംഗീതമാണ് പ്രതിപാദ്യ വിഷയം. അതിൽ പറയുന്ന ചില കാര്യങ്ങളെ, സംഗീതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അദ്ദേഹം തൻ്റെ വീണയിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിച്ച് ഇതാണ് ഇന്ന സ്വരം എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് അഭിനവഗുപ്തർ നാട്യശാസ്ത്രം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വീണയുള്ളതും വീണ വായിക്കുന്ന ഒരു
അഭിനവഗുപ്തപാദരെ ഇദ്ദേഹം കാണുന്നതും. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം ചില സ്വരസ്ഥാനങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നാണ് കെ സി പാണ്ഡെ പറയുന്നത്. ഇത് എന്തുമാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അഭിനവഗുപ്തപാദരെയാണ് മധുരാജയോഗി കാണുന്നത്. കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു അഭിനവഗുപ്തപാദരെയാണ്. സദാ ശിഷ്യന്മാരാലും യോഗിനികളാലും സിദ്ധന്മാരാലും ഒക്കെ ചുറ്റപ്പെട്ട ഒരു അഭിനവഗുപ്തപാദർ. ആ അഭിനവഗുപ്തപാദർ ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു. ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നു, അത് ക്ഷേമരാജൻ തുടങ്ങിയ ആളുകൾ എഴുതിയെടുക്കുന്നു. ഒരേ സമയത്ത് തന്നെ പാട്ട് ആസ്വദിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഈ സമയത്തൊക്കെ തന്നെ അദ്ദേഹം ധ്യാനനിരതനുമാണ്. അതാണ് ജ്ഞാനമുദ്രയോട് കൂടിയുള്ള അക്ഷമാല സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യോഗിയായ അഭിനവഗുപ്തപാദരെയാണ് കാശ്മീരിൽ ചെല്ലുമ്പോൾ മധുരാജയോഗി കാണുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഏതാനും ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകം കോട്ട് ചെയ്തിട്ടുള്ളത് കെ സി പാണ്ഡെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അഭിനവഗുപ്തപാദരെയാണ് മധുരാജയോഗി നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള പല രേഖാചിത്രങ്ങളുമാണ് ഇൻ്റർനെറ്റ് നോക്കിയാൽ നമ്മൾക്ക് കാണാനും സാധിക്കുക. ഇതാണ് അഭിനവഗുപ്തപാദരെക്കുറിച്ചുള്ള വർണ്ണന. മധുരാജയോഗിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുനാഥ പരാമർശ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വി രാഘവൻ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ 1-2 ശ്ലോകങ്ങൾ ഞാനിവിടെ വായിക്കാം. അത് വളരെ പ്രസക്തിയുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ 2 ശ്ലോകങ്ങൾ മാത്രം അതിൽ നിന്നെടുത്ത് അതിൻ്റെ അർത്ഥം പറയാം. അതിങ്ങനെയാണ്: അഭിനവഗുപ്തനാഥ ലിഖിതം ഹൃദയേ തദിതര ശാസ്ത്രകാര ലിഖിതം സലിലേ. അഭിനവഗുപ്തനാഥ ലിഖിതം ഹൃദയേ, അതായത് അഭിനവഗുപ്തപാദർ എന്താണോ എഴുതുന്നത് ആ എഴുതുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതായത് അഭിനവഗുപ്തപാദർ എഴുതുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. തദിതര ശാസ്ത്രകാര ലിഖിതം, മറ്റ് ശാസ്ത്രകാരന്മാർ എഴുതുന്നത് സലിലെ, അവരുടെ എഴുത്ത് വെള്ളത്തിൽ എഴുതുന്ന എഴുത്ത് പോലെയാണ്. അതായത് ഏത് സമയവും മാഞ്ഞു പോകും, പെട്ടെന്ന് മാഞ്ഞു പോകും എന്നർത്ഥം. പക്ഷേ അഭിനവഗുപ്തപാദർ എഴുതുന്നത് സാക്ഷാൽ നമ്മുടെ ഹൃദയത്തിലാണ്, അതൊരിക്കലും മാഞ്ഞു പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അഭിനവഗുപ്തപാദരുടെയും മറ്റ് ശാസ്ത്രകാരന്മാരുടെയും ഈ ശാസ്ത്ര പണ്ഡിതന്മാരുടെയും എഴുത്തുകൾ തമ്മിലുള്ള വ്യത്യാസം. അഭിനവഗുപ്തപാദർ എഴുതുന്നത് സാക്ഷാൽ നമ്മുടെ ഹൃദയത്തിലാണ്, അതെപ്പോഴും അവിടെ ഉണ്ടാവും, അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. മറ്റ് ശാസ്ത്രകാരന്മാരുടെ ലേഖനങ്ങളാവട്ടെ, എഴുത്തുകളാവട്ടെ, ശാസ്ത്രങ്ങളാവട്ടെ, അവരെഴുതിയ ശാസ്ത്ര ഗ്രന്ഥങ്ങളാവട്ടെ, അതൊക്കെ തന്നെ പെട്ടെന്ന് മാഞ്ഞു പോവും എന്ന് ഒരു ശ്ലോകത്തിൽ പറയുന്നു. വേറെ ശ്ലോകത്തിൽ പറയുന്നു: അഭിനവ സഹകാരമഞ്ജരീയം മധുമധുരം നിജ സൗരഭം വമന്തി രസയതി നഹി കേവലം വസന്തം സകലമതീതമനാഗതം ച കാലം. അഭിനവ സഹകാരമഞ്ജരീയം, അഭിനവ സഹകാരമഞ്ജരി, സഹകാരം എന്ന് പറഞ്ഞാൽ തേന്മാവ്, മഞ്ജരി എന്ന് പറഞ്ഞാൽ പൂങ്കുല. അപ്പം തേന്മാവിൻ്റെ പൂങ്കുല, അത് മധുമധുരതരം നിജ സൗരഭം വമന്തി. ഈ അഭിനവഗുപ്തപാദരെ ഒരു തേന്മാവിൻ്റെ പൂങ്കുലയായിട്ടാണ് ഇദ്ദേഹം ഉപമിക്കുന്നത്. അതെങ്ങനെയുള്ളതാണ്? മധുമധുരം, തേനിനാൽ അതിമധുരമായതാണ്. അതായത് ഇതിൽ മകരന്തമുണ്ട്, തേനുണ്ട്, പൂങ്കുലയിൽ തേനുണ്ട് എന്നർത്ഥം. അപ്പോൾ തേനുകൾ നിറഞ്ഞ പൂങ്കുല, വളരെ മധുരമുള്ള പൂങ്കുല എന്നർത്ഥം. അത് നിജ സൗരഭം വമന്തി, അതിൽ തേനുണ്ട്, മാധുര്യമുള്ളതാണെന്ന് മാത്രമല്ല അതിന് സൗരഭം, സുരഭി, അതായത് നല്ല ഗന്ധവുമുണ്ട്. വമന്തി, അതിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സുഗന്ധം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂങ്കുല, തേന്മാവിൻ്റെ പൂങ്കുല. അങ്ങനെയാണ് അഭിനവഗുപ്തപാദരെ അദ്ദേഹം ഉപമിക്കുന്നത്. അത് രസയതി നഹി കേവലം വസന്തം, അത് വസന്തകാലത്തെ മാത്രമല്ല രസിപ്പിക്കുന്നത്. അതായത് ഈ ഒരു അനുഭവം, ഈ ഒരു വസന്തകാലത്തിൻ്റെ അനുഭവം, വസന്തകാലത്തിലാണ് ഇതൊക്കെ തേന്മാവുകളൊക്കെ പൂക്കുക, ചെടികളൊക്കെ പൂവിടുന്നതും മരങ്ങൾ പൂക്കുന്നതൊക്കെ ആ ഒരു കാലത്താണ്. അപ്പോൾ ഇതൊരു വസന്തകാലത്തിൻ്റെ ചിത്രം മാത്രമല്ല, അതായത് ഒരു വസന്തകാലത്തെ മാത്രമല്ല ഇത് രസിപ്പിക്കുന്നത്, സകലം അതീതം അനാഗതം ച കാലം. അപ്പോൾ അഭിനവഗുപ്തപാദരാകുന്ന തേന്മാവിൻ്റെ ഈ ഒരു പൂങ്കുല രസിപ്പിക്കുന്നത് വസന്തകാലത്തെ മാത്രമല്ല, സകലം അതീതം അനാഗതം ച കാലം, കഴിഞ്ഞു പോയ കാലത്തെയും അതേപോലെ ഇനി വരാനിരിക്കുന്ന കാലത്തെയും അദ്ദേഹം ആകുന്ന ഈ പൂങ്കുല അദ്ദേഹമാകുന്ന ഈ പൂങ്കുലയുടെ സൗരഭം എന്നുള്ളത് കഴിഞ്ഞുപോയ കാലത്തിൽ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന കാലത്തും അദ്ദേഹമാകുന്ന ഈ പൂങ്കുലയ്ക്ക് സൗരഭമുണ്ട്, മധുരവും സൗരഭ്യവുമുണ്ട് എന്നർത്ഥം. അതായത് അഭിനവഗുപ്തപാദർ രസിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞുപോയ കാലത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ആളുകളെപ്പോലും, വരാനിരിക്കുന്ന പണ്ഡിതന്മാരെപ്പോലും, വരാനിരിക്കുന്ന അഭിനവഗുപ്തപാദരുടെ ഗ്രന്ഥങ്ങളോട് താല്പര്യമുള്ള, കാശ്മീര ശൈവ ഗ്രന്ഥങ്ങളോടും പ്രാക്ടീസിനോടൊക്കെ താല്പര്യമുള്ള
ഇനിയും വരാൻ പോകുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. ആ ആൾക്കാരെയും അഭിനവഗുപ്തപാദർ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ അഭിനവഗുപ്തപാദർ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് പേരെ സന്തോഷിപ്പിച്ചു. ഇത് അദ്ദേഹത്തെ ഒരു തേന്മാവിൻ്റെ പൂങ്കുല പോലെ, ആ തേന്മാവിൻ്റെ പൂങ്കുല വസന്തകാലത്തെ മാത്രമല്ല സന്തോഷിപ്പിക്കുന്നത്, അഭിനവഗുപ്തപാദരാകുന്ന തേന്മാവിൻ്റെ പൂങ്കുല സന്തോഷിപ്പിക്കുന്നത് ആ കാലത്തെ മാത്രമല്ല കഴിഞ്ഞുപോയ കാലത്തെയും. അങ്ങനെയുള്ള പൂങ്കുലയാണ്. സാധാരണ പൂങ്കുല അങ്ങനെയല്ല. പക്ഷേ അഭിനവഗുപ്തപാദരാകുന്ന പൂങ്കുല ആ നിൽക്കുന്ന കാലത്തെയും അതിനു മുമ്പുള്ള കാലത്തെയും ഇനി വരാൻ പോകുന്ന കാലത്തെയും രസിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു പൂങ്കുലയാണ് അഭിനവഗുപ്തപാദർ എന്ന് വളരെ മനോഹരമായിട്ട് ഗുരുനാഥ പരാമർശം എന്ന തൻ്റെ കൃതിയിലൂടെ മധുരാജയോഗി പറയുന്നു. ഇങ്ങനെയുള്ളൊരു ആളാണ് അഭിനവഗുപ്തപാദർ. അതായത് അഭിനവഗുപ്തപാദരുടെ രചനകൾ എന്ന് പറയുന്നത്, അഭിനവഗുപ്തപാദരുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന കാലത്തും പ്രസക്തിയുള്ളതാണ് എന്നർത്ഥം. കഴിഞ്ഞുപോയ കാലത്തിൽ മാത്രമല്ല, അഭിനവഗുപ്തപാദർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കാലത്തും അഭിനവഗുപ്തപാദരുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നർത്ഥം. ഇത് അദ്ദേഹം മധുരാജയോഗി തൻ്റെ ശ്ലോകത്തിലേക്ക് കൂടി പറയുന്നു. ഇത് വളരെ പ്രസക്തമാണ്. ഇനിയുള്ള കാലവും അഭിനവഗുപ്തപാദരുടേതാണ്, ഇപ്പവുമുള്ള കാലവും അഭിനവഗുപ്തപാദരുടേതാണ്. അതായത് ഇനിയും ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഇനിയും വരാനിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാലും അഭിനവഗുപ്തപാദരുടേതാണ് എന്ന് മധുരാജയോഗി പറയുന്നു.